ഇപ്പോൾ ഒരു 6:30-7 മണി ആയിട്ടുണ്ടായിരിക്കുമേ. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും പാക്ക് ചെയ്ത് ഞങ്ങൾ 1 മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്നത് ഞങ്ങളുടെ ബേബിയുടെ 5th മന്ത് സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് കൊല്ലം എത്തുക എന്ന് പറയുന്നത് വലിയ ചടങ്ങാണ്. ഞങ്ങൾ കാണിക്കുന്നത് കൊല്ലം NS ഹോസ്പിറ്റലിലാണ്. ആഹാരം കഴിക്കുന്നതിന് മുന്നേ ഒരു സെറ്റ് ബ്ലഡ് കൊടുക്കാനുള്ളത് കൊണ്ട് ഒരു ഇച്ചിരി വെള്ളം പോലും കുടിക്കാതാണ് ഞാൻ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഏകദേശം 8 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അങ്ങനെ പോയി ഫസ്റ്റ് ബ്ലഡ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആഹാരം കഴിക്കാം. ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ 2 hours വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിന്ന് സ്കാനിങ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടും കൊണ്ട് വേണം നമുക്ക് നമ്മുടെ ഗൈനക്കോളജി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. സ്കാനിങ്ങിന് ചെന്നപ്പോഴാണെന്ന് അറിയുന്നത് നമ്മുടെ സ്ലോട്ട് ഇനി 3 മണിക്കേ ഉള്ളൂ. പക്ഷേ ഇനി എത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അവിടെ ഇരുന്നു തച്ചിന്. ഇതിനിടയ്ക്ക് ചേട്ടൻ ഇതേണ്ട സ്കാനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷൂ കിടപ്പുണ്ടായിരുന്നു. ആ ഷൂ കാണിച്ചിട്ട് ഇത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. കാരണം അതേപോലെ ഒരു ഷൂ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെയും മാക്സിമം യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ ഷൂവിൻ്റെ അടിയിൽ തുള വീണിട്ട് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അവസാനം ചേട്ടയെ പറഞ്ഞ് ഈ ഷൂ ഇട്ടുകൊണ്ട് വരയ്ക്കാനാണെങ്കിൽ ഇനി ഞാനെങ്ങും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ അടുത്ത ചെരുപ്പ് വാങ്ങിച്ച് തന്നതിന് ശേഷമാണ് ഞാൻ ആ ചെരുപ്പ് കളഞ്ഞത് കേട്ടോ. അത് ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ സ്കാനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ കുത്തിയിരുന്ന് അവസാനം ഏതോ ഒരു കുഞ്ഞുപാവ ഞങ്ങളോട് സഹകരിച്ചു. കാരണം അടുത്ത മുന്നേ വന്ന പേഷ്യൻസിൻ്റെ ഒന്നും ബേബി നേരെ പൊസിഷൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു 1 മണിയോടടുപ്പിച്ച് ഞങ്ങൾക്ക് സ്കാനിങ് ചെയ്യാൻ പറ്റി. അതിനുള്ളിൽ തന്നെ റിപ്പോർട്ട് 1 hourനുള്ളിൽ കിട്ടി. അതുകൊണ്ട് അന്നത്തെ ദിവസം ഡോക്ടറെ കാണാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെയും ഞങ്ങൾ ഇതേപോലെ അടുത്ത ദിവസം ഇതേപോലെ പോകേണ്ടി വന്നേനെ. എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് നല്ല സഹകരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങളുടെ സ്കാനിങ് അന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാക്സിനും കൂടി ഉണ്ടായിരുന്നു. ആ വാക്സിനും എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. സമയം ഇപ്പോൾ ഏകദേശം 4:30 അടുത്തു. രാവിലെ ആ ഇടിയപ്പം കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നേരെ വന്ന് ഞങ്ങളൊരു മന്തി കഴിച്ചു. മന്തി കഴിച്ചത് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെ മന്തി മനസ്സിലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെയും ചേട്ടയുടെ അഭിപ്രായം ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞങ്ങൾ സേവ് ചെയ്യുന്നത് ഞങ്ങളുടെ ബോണിക്കുട്ടന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ പാറുവിനുള്ള ഫുഡും ബോണിക്കുള്ള ഫുഡും ഞങ്ങൾ പാഴ്സൽ ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ടയേർഡായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഈ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്. അതിൻ്റെ കൂടെ കുഞ്ഞും കൂടെ പൊസിഷൻ അല്ലെങ്കിൽ അതിലേറെ പണിയാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും നടന്ന സ്കാനിങ്ങിലും നമ്മുടെ കുഞ്ഞ് പാവമാണെന്ന് തോന്നുന്നു ആൾ കേട്ടോ. ഇത്രയും ദിവസം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാം നേരെ ചൊവ്വേ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി മന്തി ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 5:30. രാവിലെ 6:30 ഇറങ്ങിയ ഞങ്ങളാണ് വൈകിട്ട് 5:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്.